ഹാർഡ്വാർഡ് സർവകലാശാലയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനം നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. പുതിയ തീരുമാനം പ്രതിവർഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഹാർഡ്വാർഡിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ബാധിക്കുക. അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയായ ഹാർഡ്വാർഡും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ രൂക്ഷമാവുകയാണ്. വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഭരണകൂടത്തിന് നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ഉടലെടുത്ത പ്രശ്നം വിദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിലേക്ക് എത്തി. വിദേശ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യാനുള്ള സർവകലാശാലയുടെ അധികാരം ട്രംപ് ഭരണകൂടം എടുത്തുകളഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിലെ സർവകലാശാലകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണിതെന്നാണ് നടപടിയെക്കുറിച്ച് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം എക്സിൽ കുറിച്ചത്. ഭരണകൂടത്തിന്റേത് നിയമവിരുദ്ധമായ നീക്കമാണെന്ന് ഹാർവാർഡ് ആരോപിച്ചു. സർവകലാശാലയിലെ അന്താരാഷ്ട്ര സമൂഹത്തിന് ആവശ്യമായ സഹായം ഉറപ്പാക്കുമെന്നും സർവകലാശാല വ്യക്തമാക്കി. ലോകത്തിലെ 140 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഉന്നതതല വിദ്യാഭ്യാസം നേടാനായി ഹാർവാർഡ് സർവകലാശാലയിലേക്ക് ഓരോ വർഷവും എത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 6700 വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിലേക്ക് എൻറോൾ ചെയ്തത്. ഇത് സർവകലാശാലയിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ 27%. ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നടക്കം വിമർശനങ്ങളും എതിർപ്പും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. വിദേശ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ അനുവദിക്കാത്ത തീരുമാനം പിൻവലിക്കാൻ സമ്മർദ്ദവും ശക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.